കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള കാത്തിരിപ്പ് തുടരുന്നു. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. വീണ്ടും അർജുനായുള്ള തെരച്ചിൽ തുടങ്ങുന്നു. ഇതിനു മുന്നോടിയായി ഗംഗാവാലി പുഴയിൽ നാവികസേന പ്രാഥമിക പരിശോധന നടത്തി. വെള്ളത്തിൻ്റെ ഒഴുക്കുൾപ്പെടെ പരിശോധിച്ചു. അടിയൊഴുക്ക് കുറഞ്ഞാൽ പുഴയിലിറങ്ങി തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. അതിനിടെ അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിലായതിനെ തുടർന്ന് ശിരൂരിലെത്തി കളക്ടറെ ആശങ്ക അറിയിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടും തെരച്ചിൽ നടക്കുന്നില്ലെന്ന് അർജുൻ്റെ കുടുംബം ആരോപിച്ചു. ചൊവ്വാഴ്ച കളക്ടറെ കാണാനാണ് കുടുംബത്തിൻ്റെ ശ്രമം. പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ശിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്നും അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി. ശിരൂരിൽ തെരച്ചിൽ നടക്കുന്നില്ലെന്നും പുഴയിൽ തെരച്ചിലിനായി എത്തിയ ഈശ്വർ മാൽപ്പയെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചുവെന്നും കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. ജൂലൈ 16 രാവിലെ 8:15 ദേശീയപാത 66 ശിരൂരിൽ കുന്നിടിഞ്ഞ് വൻ അപകടം ഉണ്ടായത്. അപകടത്തിൽ 11 പേരെ കാണാതായി. ഇതിൽ 8 പേരുടെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 9 ദിവസങ്ങൾക്ക് ശേഷം തിരച്ചിലിൽ നദിക്കടിയിൽ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് ലോറിക്കരികിൽ എത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നദിയിലെ അടിയൊഴുക്ക് കുറയുന്നതുവരെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. തിരച്ചിൽ പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി കുടുംബം എത്തിയത്. അർജുനെ 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തിരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുൻ്റെ കുടുംബം എത്തി. 2 ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ഒന്നടങ്കം ശിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ കളക്ടറെയും MLAയും കാണാൻ ശിരൂരിലേക്ക് പോയിട്ടുണ്ട്. ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയെയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ശിരൂരിലേക്ക് പോകാനാണ് തീരുമാനം. ഇനിയും ഈ അനാസ്ഥ കണ്ടു നിൽക്കാനാവില്ലെന്നും ജിതിൻ പറയുന്നു. ഈശ്വർ മൽപ്പയെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. അദ്ദേഹം സ്വമേധയാ തെരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുമതി നൽകുന്നില്ല. കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ. അടിയൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈശ്വർ മൽപ്പയെ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. അർജുന് പകരം മന്ത്രിപുത്രന്മാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഞായറാഴ്ച വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരുന്നു. പുഴയിൽ തെരച്ചിൽ നടത്താതെയാണ് നേരത്തെ തെരച്ചിൽ നിർത്തിയത്. ടച്ചർ കൊണ്ടുവരാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി മഴയില്ലെന്ന് പറഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 4 നോട്ടായാൽ സേനയെ ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു 2 നോട്ടായാലേ തെരച്ചിൽ ആരംഭിക്കാനാവൂന്ന്. പരസ്പരം യാതൊരു ഏകോപനവുമില്ല. വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജിതിൻ ആരോപിച്ചു. വയനാട് ദുരന്തമുണ്ടായതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൽ അല്പം മന്ദഗതിയുണ്ടായി. ഇപ്പോൾ സർക്കാർ വീണ്ടും സജീവമായി ഇടപെടുന്നുണ്ടെന്നും ജിതിൻ പറഞ്ഞു.